നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസിൽ പോലീസ് ചിത്രീകരിച്ച മർദ്ദന ദൃശ്യങ്ങളും അതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലവും ഇന്ന് ഹാജരാക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ശരണ്യ സ്നേഹജൻ വിവരം നൽകും. ശരണ്യ, വളരെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന ഒരു വിധിയായിരിക്കും അത്. എപ്പോഴത്തേക്കാണ് പ്രതീക്ഷിക്കേണ്ടത്? ഉച്ചയ്ക്ക് മുമ്പ് കേസെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഈ കേസിൽ SIT സമർപ്പിച്ച റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. SIT ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടും ഒപ്പം തന്നെ ആയുധങ്ങളുടെ പരിശോധനാ ഫലവും ഉൾപ്പെടെ 2 സമയങ്ങളിലാണ് എന്നതൊക്കെ കോടതി ചൂണ്ടിക്കാട്ടുകയും വിമർശിക്കുകയും ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഡോക്ടർമാർ ഇവർക്ക്, അതായത് AD തോമസിനും ഒപ്പം തന്നെ അജയ് ജുവൽ കുര്യാക്കോസിനും ഏറ്റ മർദ്ദനത്തെ സംബന്ധിച്ച് അതൊരു നിസ്സാര പരിക്കല്ലേ എന്നുള്ള രീതിയിലുള്ള പരാമർശമൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാരായ അനിൽ കല്ലിയൂർ, സന്ദീപ് ഉൾപ്പെടെയുള്ള 5 പേരുടെ ജാമ്യാപേക്ഷയിലാണ് ഇന്ന് വിധി പറയുക. ഈ കേസിൽ തുടക്കത്തിൽ, അതായത് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് ഹണി M. വർഗീസ് ആണ് ഇതിനകത്ത് വിധി പറയുന്നത്. പല വിമർശനങ്ങൾ ഉണ്ടായ ഒരു കേസാണ്. പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന കേസാണ്. ഈ മർദ്ദനം, അതായത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കേറ്റ മർദ്ദനം കേരളം മുഴുവൻ ചർച്ചയാവുകയും ചെയ്തതാണ്. ഒരു രാഷ്ട്രീയ ആയുധമായി UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ആ കേസിലാണ് ഏറ്റവും നിർണായകമായി ഗൺമാൻമാർക്ക് ജാമ്യം ലഭിക്കുമോ എന്നുള്ള വിധി നമുക്ക് അറിയാൻ കഴിയുക. എൽദോ. ശരി ശരണ്യ. നേതൃതലത്തിൽ ഉടൻ മാറ്റമുണ്ടായേക്കുമെന്ന സൂചനകൾക്കിടെ KPCC ഭാരവാഹികളുടെ യോഗം ഇന്ന് ചേരുകയാണ്. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും MP മാരും MLA മാരും KPCC ഭാരവാഹികളും DCC അധ്യക്ഷന്മാരും ഈ യോഗത്തിൽ പങ്കെടുക്കും. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെയാകും KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഈ ഭാരവാഹി യോഗം ചേരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.